ഞാൻ എന്നും ഓർക്കുന്ന എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ അടുത്തിരുത്തി തമിഴും മലയാളവും കടന്നൊരു ഭാഷയിൽ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. സങ്കീർത്തനം 7 വാക്യം, Psalm 127 verse 3. 127 സങ്കീർത്തനം 3 വാക്യം. മക്കൾ യഹോവ നൽകുന്ന അവകാശവും. മക്കൾ യഹോവ നൽകുന്ന അവകാശം, നിങ്ങളുടെ അവകാശമാണ് മക്കൾ. അടുത്തത് ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും. ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. Children are an heritage of the Lord, and the fruit of the womb is his reward. Heritage and reward. മക്കളെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം ഓർക്കണം. ഓക്കെ, അടുത്തത് അങ്ങനെയുള്ള മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, സദൃശവാക്യത്തിലൊരു വാക്യം 22 അധ്യായം 6 വാക്യം, Proverbs chapter 22 verse 6. സദൃശവാക്യം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. POC ബൈബിളിൽ ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് ഈ വാക്യം. അപ്പം ശൈശവത്തിൽ തന്നെ അവൻ ബാലനായിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അവനെ ഇരുന്നപ്പം നിങ്ങൾ അവനെ അഭ്യസിപ്പിക്കണം, അവളെ അഭ്യസിപ്പിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയാണ് അഭ്യസിപ്പിക്കേണ്ടത്? ഏറ്റവും നമുക്ക് സന്തോഷമുള്ള കാര്യം, ഹന്ന ഒരു കുഞ്ഞില്ലാതെ അവൾ കരഞ്ഞ് ദൈവാലയത്തിൽ പോയി കരഞ്ഞ് നിലവിളിച്ച് അല്ലേ, അവൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അവസാനം എന്തായാലും ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. പക്ഷെ അവിടം വിട്ട് പോകുന്നതിന് മുമ്പേ, അവളുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവളൊരു സമർപ്പണം എടുത്തു. എന്താണെന്ന് പറയുക, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ കൊണ്ട് ഇവിടെ തരും എന്ന് പറഞ്ഞ് അവൾ സമർപ്പിച്ചിട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ അതുപോലെ മുലകൂടി മാറിപ്പോയി ആ കുഞ്ഞിനെയും കൊണ്ട് വന്നു. 1 ശമൂവേൽ 1 അധ്യായം അവിടെ 27 28 വാക്യത്തിൽ, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 1 27 and 28. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയുടെ കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകി. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ദൈവം കുഞ്ഞിനെ തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപൂർവം വല്ല ആക്സിഡൻസും ഉണ്ടായിരിക്കും, പോട്ടെ. പക്ഷേ ദൈവം അറിയാതെയല്ല നിങ്ങളുടെ ഉദരത്തിലൊരു കുഞ്ഞിനെ ദൈവം തന്നത്, അല്ലേ? നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ദൈവം അറിഞ്ഞ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ തന്നത്. ഇതേ കുഞ്ഞിനെ വേറൊരു കുടുംബത്തിൽ കൊടുക്കാമായിരുന്നു, പക്ഷേ ദൈവം നിങ്ങളുടെ വീട്ടിൽ തന്നെ തന്നത് അതൊരു ആക്സിഡൻറ്റോ മിസ്റ്റേക്കുമല്ല, അതൊരു ഡിവൈൻ അപ്പോയിൻമെൻറ്റാണ്. ആ കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു വളരേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, 3 കുഞ്ഞുങ്ങളുള്ളതിൽ ഒരു കുഞ്ഞിനോട് ഒരു വേറുകൃത്യം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പേടാണെന്ന് ചിന്തിച്ച് അങ്ങനെ തിരുവനന്തപുരം ഭാഷ കഴിച്ചിടുക എന്ന് പറയും. അങ്ങനെ തള്ളിയിടരുത്. കാര്യം 3നെയും ദൈവം നിങ്ങളെ അറിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പല വീടുകളിലും ചെല്ലുമ്പം ചില കുഞ്ഞുങ്ങളോട് ഇങ്ങനെ വേർകൃത്യം കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഒത്തിരി നോവുന്നുണ്ട്, ഒത്തിരി നീറുന്നുണ്ട്. അതുകൊണ്ട് അവർ ഒത്തിരി, പ്രത്യേകിച്ച് നമ്മുടെ ചൈൽഡ് കൗൺസിലേഴ്സ് പലരും നമ്മുടെ ചർച്ചിലുണ്ട്, നമ്മുടെ പല സ്കൂൾസിലും അവരിപ്പം കൗൺസിലേഴ്സാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ സ്കൂൾസിൽ ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പം കിട്ടുന്ന ഓരോ ഫീഡ്ബാക്ക് കേട്ടിട്ട് നമുക്ക് ഞെട്ടൽ വരുന്നു. ദൈവമേ, എന്തുമാത്രം വേദനിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എത്ര പ്രാവശ്യം ആത്മഹത്യക്ക് ഈ കുഞ്ഞുങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾ പിന്നെ സ്നേഹം തേടി പുറത്തേക്ക് പോവുക. അന്നൊക്കെയാണെങ്കിൽ പണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്നേഹം തേടി പുറത്തു പോകണം. ഇന്ന് സ്നേഹം തേടി പുറത്തു പോകണ്ട, ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇഷ്ടം പോലെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഈയിടയ്ക്ക് ചില കേസുകൾ ഞാൻ കേട്ടു. സ്ഥിരമായിട്ട് നമ്മുടെ പല സ്കൂളുകൾ, ഹൈസ്കൂളുകളിലെ പെൺകുട്ടികളെ സ്ഥിരമായിട്ട് ഈ ചില കുടുക്കുകളിൽ വീണ് അവരെ കൊണ്ട് തുണി മാറ്റിച്ച് ഫോട്ടോസ് എടുപ്പിച്ച് പിള്ളേരങ്ങ് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് എവിടെയുള്ള മാർക്കറ്റുകളിലാണ് ഇത് കറങ്ങുന്നതെന്നറിയാമോ? ആ കറങ്ങുന്ന പിക്ചേഴ്സ് എല്ലാം കൂടെ വളരെ യാദൃച്ഛമായിട്ട് ഈയിടയ്ക്ക് ഇവിടെ നമ്മുടെ സൈബർ സെല്ലിൽ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പം ട്രിവാൻഡ്രത്തെ അതിപ്രശസ്തമായ സ്കൂളുകളിലെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഇത് ഈ പറഞ്ഞല്ലോ, എന്തോന്ന് മോർഫ് ചെയ്ത പിക്ചറൊന്നും അല്ല. ചോദിച്ചു പറഞ്ഞതിൻ്റെ പിന്നെ ചരിത്രം പോയപ്പം ഈ കുഞ്ഞുങ്ങൾ തന്നെ തുണി മാറ്റി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തതാണ്. കാരണം ഈ അപ്പുറത്തിരിക്കുന്നവൻ അതുപോലെ ഈ കിന്നാര വർത്താനം പറഞ്ഞ് ഈ പറഞ്ഞ പോലെ മോഹിപ്പിച്ച, നേരത്തെ പോലെ പിശാച് വന്ന് അവയുടെ കിന്നാരം പറഞ്ഞ പോലെ ഇന്ന് ഒരുപാട് കിന്നാരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഈ കിന്നാരം കേട്ട് അപ്പുറത്തുനിന്ന് പറയുന്ന എല്ലാം ചെയ്തു കൊടുക്കുക.
പക്ഷെ ഒരു വട്ടം അങ്ങനെ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്ത് പോയാൽ അതൊരിക്കലും പിന്നെ മാഞ്ഞ് ഒരു റെക്കോർഡ്സിൽ നിന്നും അത് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ കുഞ്ഞ് എന്തുകൊണ്ടാണ് അവളെ അങ്ങ് സമർപ്പിച്ചതെന്നറിയാമോ? ഒരുത്തിന് അവൾക്ക് വീട്ടിൽ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. വീട്ടിൽ അവളെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ സ്നേഹം തേടി പോകുന്നതെന്നുള്ള കാര്യം ദയവായി എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെല്ലാം ഇന്നൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നത് വചനം മാത്രമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. കാരണം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നല്ലവണ്ണം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയെങ്കിൽ അതും കൂടെ ചേർത്താണ്. അപ്പം ഹന്ന വന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ ബാലനായിട്ട് പ്രാർത്ഥിച്ച് യഹോവയോട് കഴിച്ച അപേക്ഷ എനിക്ക് ദൈവം തന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. കണ്ടോ, നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് വയസ്സാങ്കാലത്ത് വെള്ളം തരാനും നിങ്ങളെ നോക്കാനും അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. അത് ദൈവത്തിൻ്റെ ബോണസായിട്ട് അത് നിങ്ങൾക്ക് ദൈവം ചെയ്തു തരും. പക്ഷേ അതിനേക്കാൾ ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിന് കൊടുക്കണം. നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടോ? പണ്ട് കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് മാമോദീസ കൊടുത്തു, അതൊക്കെ ശരി. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. കുഞ്ഞിനെ ദൈവത്തിന് എന്നുവരെയാ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ഇതാണ് പ്രശ്നം. കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തപ്പം കൊടുത്തു, പിന്നെ എടുത്തോണ്ടങ്ങ് പോയി. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഈ കുഞ്ഞിനെ വളർത്തിയത്. പിന്നെ ലോകത്തിൻ്റെ രീതിയിലാണ് കുഞ്ഞിനെ, ലോകത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡുമായിട്ടാണ് പിന്നെ യുദ്ധം അല്ലേ. അത് എഡ്യൂക്കേഷനിൽ തുടങ്ങി, പിന്നെ അങ്ങോട്ട് ചെന്ന് അയ്യോ എന്തൊക്കെയാണ്. അപ്പം യേശുവിൻ്റെ അടുത്തും അനേക കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കാനായിട്ട് കൊണ്ടുവന്നു. അത് ചിലർ തടഞ്ഞു. പക്ഷേ യേശു എന്ത് ചെയ്തു? ഹി വാസ് അനോയ്ഡ്. എന്തിനാ തടയുന്നത്? ഇങ്ങോട്ട് വിടുക, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ അല്ലേ. ഇതുപോലെ വാസ്തവമായിട്ട് നമ്മളും ഇതുപോലെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പക്ഷേ എന്താണ് നമ്മൾ അനുഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത്, യുവർ പേരൻറ്റിങ് ഷുഡ് ബി ഡൺ എവ്രിവെയർ. നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ പേരൻറ്റിങ് ആയിരിക്കണം. ഇന്നത്തെ ഏറ്റവും ഒരു വലിയ വിഷയം, ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് പറയാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7, 8, 9 വാക്യം. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 6, 7-9. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. എന്ത് ഉപദേശിച്ചു കൊടുക്കണം? ഈ ദൈവവചനം നീ ആർക്ക് ഉപദേശിച്ചു കൊടുക്കണം? നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അത് 6-ാം വാക്യം തൊട്ട് വായിക്കുമ്പം, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ആദ്യം നിന്റെ ഹൃദയത്തിലിരിക്കണം. ഈ ഹൃദയത്തിലിരിക്കുന്നത് എന്ത് ചെയ്യണം? മക്കൾക്കാണ് നിങ്ങൾ ആദ്യം ഉപദേശം കൊടുക്കേണ്ടത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഔട്ട്റീച്ച് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും എനിക്ക് രണ്ട് സുവിശേഷം പറയാൻ പറ്റൂ? സുവിശേഷം എവിടെയെങ്കിലും ചെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം വീട്ടിൽ മക്കളോട് പറയണം പ്രിയപ്പെട്ടവരെ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ, നിങ്ങളുടെ മടിയിലിരിക്കുമ്പോൾ തുടങ്ങി നിങ്ങൾ ഈ ദൈവവചനം എന്ത് ചെയ്യണം? മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അടുത്തത്, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇനി പറഞ്ഞേ, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുള്ള എന്തുവാ? ആ പാപികളിൽ ഞാനും പ്രധാനിയാണ്. നമ്മൾ അത്ര നേരത്തെ നമ്മൾ കേട്ടതുമായിട്ട് ഇപ്പം ചേർത്ത് വായിച്ച്, ഹൗ മച്ച് വി ആർ അഡിക്റ്റഡ്. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ ദൈവവചനമാണോ പറയുന്നത്? ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത എന്താ? മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയ? ഇതാണ് പ്രശ്നം. തെറ്റും ശരിയും മാത്രമല്ല ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ദേ ഷുഡ് ഫോളോ മൈ എക്സാമ്പിൾ. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, ചിൽഡ്രൻ ഫോളോ വാട്ട് ദേ സീ, ദേ ഡോണ്ട് ഫോളോ വാട്ട് യു സേ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടല്ല കുട്ടികൾ അനുസരിക്കുന്നത്, നിങ്ങളെ കണ്ടു പഠിച്ചതാണ് അവരെ അനുസരിക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ അപ്പനും അമ്മയുമായിരിക്കണം നിങ്ങളുടെ കുഞ്ഞിൻ്റെ റോൾ മോഡൽ. നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറോ നിങ്ങളുടെ പാസ്റ്ററോ ഒന്നും ആയിരിക്കരുത്. ആ കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽ വീട്ടിൽ അപ്പനും അമ്മയായിരിക്കണം. ഇനി നിങ്ങൾ അപ്പനമ്മമാർ നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊരു റോൾ മോഡലാണ്. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്ററിൻ്റെ മോൻ വേറൊരാൾക്ക് മെസ്സേജ് അയച്ചെന്ന്, മൈ ഡാഡ് നെവർ ക്വാളിഫൈസ് ടു ബി എ പാസ്റ്റർ, ഐ ഡോണ്ട് നോ വൈ ഈസ് എ പാസ്റ്റർ ഇൻ യുവർ ചർച്ച് എന്ന് ഒരു ചർച്ചിൽ ഒരാളോട് ചോദിച്ചതാ. എൻ്റെ വീട്ടിലെ അപ്പനെ ഞാനല്ലേ കാണുന്നത്,
ഇവൻ എങ്ങനെ നിങ്ങളുടെ ചർച്ചിൽ പാസ്റ്ററായിട്ടിരിക്കുന്നു, നാണമില്ലേ നിങ്ങൾക്ക് അയാളുടെ കീഴിൽ ഇരിക്കാനെന്നും മോൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് മക്കളില്ലാത്തതിനായിട്ട് സ്തോത്രം. ചിലപ്പം ചിന്തിക്കും ഇതൊന്നും ഒരു കാരണം കൂടാതെ അല്ല, അല്ലേ? അപ്പം വി ഷുഡ് ബി ദ മോഡൽ. ശരിക്കും പറയാം, നമ്മൾ മാതൃകയായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഇവിടെ എങ്ങനെ മാതൃകയായിരിക്കാൻ കഴിയും? ഒന്നാമത്തെ മാതൃക, യു ഡാഡ് ആൻഡ് മം, യു ഷുഡ് റെസ്പെക്റ്റ് ഈച്ച് അതർ. നിങ്ങൾ അന്യോന്യം കൊടുക്കുന്ന ബഹുമാനം, നിങ്ങൾ അന്യോന്യം കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ അന്യോന്യം സഹായിക്കുന്ന സഹായങ്ങൾ, അല്ലേ? അത് കണ്ടിട്ട് വേണം നിങ്ങളുടെ ആ ചില നല്ല കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഈ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ കാണാൻ പോകുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ മലയാളിക്ക് ഒരു സ്വഭാവമുണ്ട്, കണ്ടോടെ അയ്യോ അപ്പനെ പറിച്ചു വെച്ച പോലെ ഇരിക്കുന്നു, അല്ലേ? അടുത്ത മൂക്ക് അമ്മയുടെ തന്നെ. അത് പിന്നെ അപ്പനെ പറിച്ചെന്ന് പറഞ്ഞപ്പം അവളുടെ മുഖം മാറി, ഉടൻ നമ്മളൊരു ഉരുളക്കം. എന്നാണ് മൂക്ക് അമ്മയെപ്പോലെ. ഇനി മലയാളികൾ ഒരു പടിയും കൂടെ കിടക്കും, അയ്യോ ഈ കുഞ്ഞിനെ കണ്ട അപ്പുറത്തെ വീട്ടിലെ, അതും കൂടെ പറഞ്ഞോളൂ വേണമെങ്കിൽ. കാരണം മലയാളികൾ വളരെ ഇന്നസെൻ്റായിട്ട് അങ്ങ് പറയും, ഒരു ബോധമില്ലാതെ പറഞ്ഞു കളയും. മലയാളി സത്യം പറയുന്നത് എപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദേഷ്യം വരുമ്പോഴാണ്. അതുപോലെ ബോധമില്ലാതൊക്കെ പറഞ്ഞു കളയും, ഈ കുഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ പോലിരിക്കുന്നെന്ന് പറയും. അങ്ങനൊന്നും പറഞ്ഞു കളയല്ലേ ദേവി ഇത്. ഓക്കെ, അപ്പം ഇവിടെ ഹൗ മച്ച് ഡു യു റെസ്പെക്റ്റ് വൺ അനദർ? യുവർ ചിൽഡ്രൻ ആർ വാച്ചിങ്. വീട്ടിൽ CCTV ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ദൈവം വെച്ചിരിക്കുന്നത് CCTVയാണ്. അവർ ഊണിലും ഉറക്കത്തിലും എല്ലാം എന്ത് ചെയ്യും? നിങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുക. ആ CCTV എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ അവരുള്ളിൽ ഇതെല്ലാം ഒപ്പിയെടുത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി റെക്കോർഡ് ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യും? നാളെ അവരതായിത്തീരും. നിങ്ങൾ സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവനും അവളും നാളെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിത്തീരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവരും പ്രാർത്ഥിക്കുന്നവരായിത്തീരും. നിങ്ങൾ വല്ലതും കൊടുക്കുന്നത്, സഹായിക്കുന്നത്, കരുണ കാണിക്കുന്നവരാണെങ്കിൽ അവരും അതായിത്തീരും. നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാണെങ്കിൽ നാളെ അവരും കർത്താവിൻ്റെ സാക്ഷികൾ ആയിത്തീരും. അപ്പം ഇവിടെ നല്ലവണ്ണം ഓർക്കണേ, റെസ്പെക്റ്റ് എന്തെന്നുള്ളത് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് അവരവരുടെ വീട്ടിൽ നിന്നാണ്. അത് സ്കൂളിൽ നിന്നല്ല, അത് പിന്നെ വന്നിട്ട് സഭയൊന്നുമല്ല പഠിക്കേണ്ടത്. അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഉപദേശം അവർ റെസ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. അല്ല, വേറൊരു വാക്കി പറഞ്ഞാൽ, ഇഫ് ഓൺലി ദേ റെസ്പെക്റ്റ് യു, ദെൻ ഓൺലി ദേ വിൽ റെസ്പെക്റ്റ് യുവർ ടീച്ചിങ്സ് ഓൾസോ. നിങ്ങളീ പഠിപ്പിച്ചു കൊടുക്കുന്നത് റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവരെ, അല്ലേ? അങ്ങനെയാണെങ്കിൽ പാരൻറ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഇറ്റ്സ് വെരി ഓവർവെൽമിങ്. ആവേശമൊക്കെ തരും നിങ്ങൾക്ക് കുഞ്ഞിനെ വളർത്തുന്നത്. പക്ഷേ അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് വെരി സ്കെയറി, വളരെ ഭയാനകമാണ് പ്രിയപ്പെട്ടവർ. അത്ര ചെറിയൊരു കാര്യമല്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഭക്തൻ പറഞ്ഞത് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: റേസിങ് എ ചൈൽഡ് ഇൻ ആൻ അൺഗോഡ്ലി അറ്റ്മോസ്ഫിയർ. ഒരു ദൈവികമല്ലാത്തൊരു സാഹചര്യമാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ, അങ്ങനെ ഒരു വീട്ടിൽ നിങ്ങൾ കുഞ്ഞിനെ വളർത്തിയെടുത്തിട്ട് ആൻഡ് ദെൻ എക്സ്പെക്ടിങ് ഹിം ഓർ ഹെർ ടു ബി എ സെയിൻറ്റ് ലേറ്റർ ഓൺ ഇൻ ലൈഫ് ഈസ് അൺതിങ്കബിൾ. നിങ്ങൾ ഇങ്ങനൊരു വീട്ടിൽ ഈ കുട്ടിയെ വളർത്തിയിട്ട് പിന്നീട് വലുതാകുമ്പോൾ ഇവൻ ദൈവദാസനായിട്ട് വരുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വരത്തില്ല. അതെങ്ങനെ വരും? അവൻ പിന്നീട് ഒരു ദൈവപൈതലാവണമെങ്കിൽ ഇപ്പം വീട്ടിൽ അതിനനുകൂലമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളവനെ വളർത്തണം. ഇത് നിരന്തരം അപ്പനും അമ്മയും കൂടെ ഗുസ്തി കൂടുന്ന ഒരു വീട്ടിലാണ് അവൻ വളരുന്നതെങ്കിൽ അവൻ പിന്നെ എങ്ങനെ ദൈവഭക്തനായിട്ട് വളരും? എന്നോട് ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 18 വയസ്സാകുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന്. അങ്ങനെ പറയുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പം കൂടുന്നു. ഇപ്പം ഈ ഇടയ്ക്കൊരു കണക്കെടുത്തപ്പോൾ ഏകദേശം 1 ഡസൻ കുട്ടികൾ പോകാൻ കാത്തിരിക്കുക. അമേരിക്കയിലാകുമ്പം ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് പിള്ളേരങ്ങ് വീട്ടിൽ നിന്ന് അങ്ങ് പോവും. ഇതങ്ങനെ പഠിക്കാൻ പോകുന്നതല്ല പറയുന്നത്. ഈ ഇടയ്ക്കൊരു കുട്ടി പൊട്ടിത്തെറിച്ചോട്ട് അപ്പനോട് ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി ഐ ഹേറ്റ് യു എന്ന് പറയുന്നത്? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അപ്പനെ ഇഷ്ടമല്ല, അമ്മയെ ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ സ്നേഹിക്കാഞ്ഞിട്ടാണോ, നിങ്ങൾ കൊടുക്കാഞ്ഞിട്ടാണോ? നിങ്ങൾ ഉണ്ടായപ്പോൾ എത്ര ഉറക്കമുളച്ചാ കുഞ്ഞിനെ ശുശ്രൂഷിച്ച അസുഖം വന്നപ്പം എന്തുമാത്രം നിങ്ങൾ ത്യാഗം ചെയ്തു. എന്നിട്ട് എന്തിനീ കുഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നോക്കി ഐ ഹേറ്റ് യു എന്ന് പറയുന്നു? ഞാൻ ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ട, യു ഷുഡ് ബി ലവിങ്. നിങ്ങൾ വളരെ സ്നേഹിക്കണം. അതിനൊരു സംശയം വേണ്ട. കാര്യം ദൈവം സ്നേഹമാണെന്ന് നിങ്ങൾ പിന്നെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെങ്കിൽ ആദ്യം ആ സ്നേഹം വീട്ടിൽ തന്നെ കാണണം, ഒരു സംശയമില്ല. അത് നിങ്ങൾ തന്നെയാണ് ആ സ്നേഹം. അടുത്തത് ബി പേഷ്യൻറ്റ്. ഒന്ന് ക്ഷമയോടിരിക്കുക. ഒറ്റയടിക്ക് കുഞ്ഞ് നന്നാവണമെന്നില്ല.
ഒറ്റ പ്രശ്നം കൊണ്ട് കുഞ്ഞിനെ അങ്ങ് എഴുത്തള്ളാൻ വരട്ടെ, സ്കൂളിലൊരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ബാഡ് റിപ്പോർട്ട് വന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയോ സംഭവിക്കാൻ പ്രിയപ്പെട്ടു. ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ മാക്സിമം സ്കൂളിൽ നിന്ന് എന്താണ് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഇതേ ഉള്ള ഏറ്റവും വലിയ ശിക്ഷ. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഇന്ന് അച്ഛനെ വിളിയിലൊന്നും നിൽക്കുന്നില്ല, അതിനേക്കാളൊക്കെ ഒത്തിരി അപ്പുറം പോകുന്നു. ഇപ്പം പോലീസ് കേസാവുന്നുണ്ട് ചില കേസുകൾ, അല്ലേ? ഇങ്ങനെയൊക്കെ പല പല വിഷയങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിഷയം ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ, ബി പേഷ്യൻറ്റ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യണമെന്നുള്ള ഇപ്പോൾ ഏകദേശം മനസ്സിലായി. വടിയെടുത്ത് അടിക്കേണ്ടി വന്നാൽ അടിക്കണം, ചൂരിലെടുത്ത് അടിക്കണം. അത് ഏത് നിയമം നാളെ മാറിയാലും നമ്മുടെ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത് യൂസ് ദ റോഡ്, അല്ലേ? വടിയെടുക്കണമെന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ഡിസിപ്ലിൻ, യൂസ് ഡിലിജൻറ്റ് ഡിസിപ്ലിൻ, വളരെ ശ്രദ്ധാപൂർവമായ ഡിസിപ്ലിനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നെനിക്കറിയാം, ഈ കണ്ടവാനെ വിട്ട് പിള്ളേരെ അടിച്ചും വഴക്ക് പറഞ്ഞ് പിള്ളേരെ അങ്ങ് വെറുപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ പിള്ളേരെ ജീവനം കൊണ്ട് ഓടിയവരുണ്ട്. എനിക്കൊരു കുടുംബത്തെ അറിയാം. ആ മകൻ എന്നോട് പറഞ്ഞതാണ്, രാവിലെ 5 മണിക്ക് എൻ്റെ അപ്പൻ വെള്ളം കോരി ഒഴിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് പായിട്ടിരുന്ന് 1 മണിക്കൂർ പാട്ടോടെ പാട്ട്, വായനയോടെ വായന, പ്രാർത്ഥനയോടെ പ്രാർത്ഥന. 1 മണിക്കൂർ. നമുക്ക് കൊച്ചിലെ പോയി ഈ പറഞ്ഞാൽ ഇച്ചിരി ഉറങ്ങണമല്ലേ, 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ പിന്നെയാണ് അടുത്ത കാര്യത്തിന് പോകുന്നത്. അവസാനം ഒരു സമയമായപ്പം അപ്പനോട് മിണ്ടുന്ന കാര്യം ഈ മകനങ്ങ് നിർത്തി. ആ മകൻ എന്നോട് പറഞ്ഞു, ഞാൻ ഏതോ ഒരു പ്രായത്തിൽ അപ്പനോടും സംസാരിക്കുന്നത് നിർത്തിയിട്ട് പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ് ഞാൻ സംസാരിച്ചത്. ആയതുകൊണ്ട് അപ്പനെ എനിക്കറിയാം, നല്ലൊരു മനുഷ്യൻ, ഭക്തനായൊരു മനുഷ്യൻ, ഒരു കുറവും പറയാനില്ല. പക്ഷേ എന്തു പറ്റി, ഈ മക്കളെ അങ്ങ് വെറുപ്പിച്ച് കളഞ്ഞു. ഇവിടെ വെറുപ്പിക്കുന്ന വല്ല അപ്പനമ്മമാരുണ്ടോ? ഇന്ന് നിങ്ങൾ ഒന്നും പറയുന്നില്ല, അതാണ് വേറൊരു പ്രശ്നം, അല്ലേ? പണ്ടത്തെ അപ്പന്മാർ ഇച്ചിരി ഓവർ ഡിസിപ്ലിനായിരുന്നു. രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം, രാവിലെ എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, വാക്യം പറഞ്ഞാൽ ഇത് കാപ്പി തരത്തുള്ളൂ എന്നൊക്കെ പറയുന്ന അപ്പന്മാരും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷേ അത് ഇച്ചിരി ഓവറായി എന്ന് ചിലപ്പോൾ ഒരു സംശയമുണ്ട്. അപ്പം ഡിസിപ്ലിൻ ചെയ്യാം, പക്ഷേ അത് വളരെ ഡിലിജൻ്റായിട്ടേ നമ്മൾ ചെയ്യാവൂ. ഇനി അവിടെ ഓർക്കണം, നമ്മൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. അത് സൺഡേ സ്കൂളിൽ ചെന്നിട്ടല്ല അവൻ യേശുവിനെ അറിയേണ്ടത്, അല്ലേ? ചർച്ചിൽ ചെന്നിട്ട് പാസ്റ്റർ വഴിയല്ല യേശുവിനെ അറിയേണ്ടത്. വീട്ടിൽ അപ്പനമ്മമാർ തന്നെയാണ് യേശുവിനെ പറ്റി പറയേണ്ടത്. അടുത്തത്, അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കേണ്ടത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. എൻ്റെ ചോദ്യം, ഡസ് യുവർ ചിൽഡ്രൻ പ്രേ? ഇനി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? എന്നെ കാക്കണേ, മമ്മിയെ കാക്കണേ, പപ്പയെ കാക്കണേ, അച്ചായെ കാക്കണേ, ചേട്ടായെ കാക്കണേ, പട്ടിയെ കാക്കണേ, പൂച്ചയെ കാക്കണേ. ഈ കാക്കണേ പ്രാർത്ഥനയല്ല പ്രാർത്ഥിപ്പിക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിക്കാൻ പഠിപ്പിക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? ഇന്ന് ഒത്തിരി പേർക്ക്, നിങ്ങൾക്ക് അത്യാവശ്യം പൈസയുണ്ട്, അവൻ ചോദിക്കുന്ന അവൾ ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കാനുള്ള പണമുണ്ട്. അതിന് നിങ്ങളൊരു കാരണം കൂടെ പറയും, എൻ്റെ കാലത്തോ എനിക്കിതിനൊന്നും, എന്നിട്ട് പറയും ഞാൻ 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ. അതിന് പറയേണ്ട ആവശ്യമുണ്ടോ? 5 കിലോമീറ്റർ സ്കൂൾ അങ്ങോട്ടാണെങ്കിൽ തിരിച്ച് 5 കിലോമീറ്റർ നടക്കുമ്പോഴേ വീട്ടിൽ എത്തും. അപ്പോൾ ആ പറയുന്ന രീതി കണ്ട, 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നാണ് ഞാൻ നിൻ്റെ പ്രായത്തിൽ. ഈ കുട്ടിയെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്കൂൾ ബസ്സിൽ വിടുമോ? ഇല്ല. അതാണ് പ്രശ്നം, അല്ലേ? അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞ സൈക്കിൾ ചവിട്ടി പോടേ സ്കൂളിൽ എന്ന് പറയൂ? ഇല്ല, അല്ലേ? അപ്പം എനിക്കോ ഇതൊന്നും അനുഭവിക്കാനോ ഉള്ള യോഗമില്ല. അതൊന്നും എൻ്റെ മോൻ അറിയരുത്, ഞാൻ പെട്ട കഷ്ടങ്ങളൊന്നും എൻ്റെ മോൻ അറിയരുതെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ ഈ ചീത്തയാക്കുന്നത്. എന്നിട്ട് കൂടെ പറയും 5 കിലോമീറ്റർ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ 5 കിലോമീറ്റർ നടന്നയാളാണ് ഇവനെ ഒരു 150 മീറ്ററെങ്കിലും നടത്തിച്ച് സ്കൂളിൽ വിടണം. അത് പറ്റുമോ? ഈയിടയ്ക്ക് ആരോ പറഞ്ഞിട്ട് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വണ്ടി പ്രൈവറ്റ് വെഹിക്കിൾസ് വിടത്തില്ല, സ്പെഷ്യൽ സാങ്ഷൻ മേടിച്ച് എൻ്റെ മോളെ ഞാൻ അകത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ആട്ടി കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ. ബാക്കി പിള്ളേരെല്ലാം അവിടെ സ്കൂൾ ബസ് അല്ലാതെ വേറെ ഒരു വണ്ടി ഇതിനകത്ത് വരാൻ പാടില്ല നിയമമുള്ളൊരു സ്കൂളിൽ സ്പെഷ്യൽ സാങ്ഷൻ മേടിച്ച് എൻ്റെ ഡ്രൈവർ അകത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്തു എന്നൊരു അമ്മ പറയുന്നു. അല്ലേ പിന്നെ ഇത് വല്ല അസുഖമുള്ള കുട്ടിയോ അല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടിയൊക്കെയാണ്, ഇത് ഒരു കുഴപ്പമില്ല, അല്ലേ? സത്യസങ്കടമാണ് ഈ പറയുന്ന പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. പിള്ളേർ, ഞാൻ എന്നും ഓർക്കുന്ന എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ അടുത്തിരുത്തി തമിഴും മലയാളവും കടന്നൊരു ഭാഷയിൽ
എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രാർത്ഥനയാണ് ഇന്നും പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ. എൻ്റെ ചോദ്യം, ഹാവ് യു ടോട്ട് യുവർ ചിൽഡ്രൻ ടു പ്രേ? ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളത് തുടങ്ങണം പ്രിയപ്പെട്ടവർ. ഏത് പ്രായത്തിലാണെങ്കിലും അത് തുടങ്ങിയേ പറ്റൂ. അടുത്തത്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ടീനേജിലോട്ട് വരുമ്പം സ്പെൻഡ് ടൈം വിത്ത് ദം. അവരോടൊപ്പം സമയം ചെലവഴിക്കും. ഇന്നത്തെ ഞാൻ ഈ ടീനേജേഴ്സ് സംസാരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയാം? അവരുടെ കൂടെ മാതാപിതാക്കൾ ഇരിക്കുന്നില്ല. അപ്പൻ ഈ പറഞ്ഞല്ലോ രാവിലെ ജോലിക്ക് പോയ രാത്രി വന്ന് വീട്ടിലും വന്നിട്ട്, പണ്ട് ഫയൽ വീട്ടിൽ നോക്കാൻ കൊണ്ടുവരുമെന്ന് പറയും സർക്കാർ ഓഫീസിൽ നിന്ന്. ഇപ്പം ഫയലൊന്നും കൊണ്ടുവരുന്നില്ല, എപ്പോഴും ഒരു ലാപ്ടോപ്പ് പോയിട്ടാണ് നടക്കുന്നത്, അല്ലേ? അത് രാത്രി, പകൽ മൊത്തം ജോലിയിട്ട് രാത്രിയും വന്ന് കോൾ, രാത്രി ഇരിക്കുക. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളോടിരിക്കാൻ നേരമില്ല. സ്പെൻഡ് ടൈം വിത്ത് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികളോടൊപ്പം സമയം നിങ്ങൾ ചിലവഴിച്ചേ പറ്റൂ. അടുത്തത്, അവരുടെ ആക്ടിവിറ്റീസ് ചിലതുണ്ട്, അത് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കരുത്. ഉദാഹരണത്തിന് അവരുടെ പഠിത്തം. അവരുടെ പഠിത്തം അല്ല നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി. എനിക്ക് ചിലറിയാം, കുഞ്ഞുങ്ങളൊരു 10, 11, 12 ആകുമ്പോഴത്തേക്കും പിന്നെ നിങ്ങളുടെ പ്രയോറിറ്റി മൊത്തം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടൊരു മോള് പറഞ്ഞാൽ നിങ്ങളെ അറിയും, 3 പെൺപിള്ളേർ നമ്മുടെ ചർച്ചയിൽ വരുമായിരുന്നു. അന്ന് പിള്ളേർക്ക് എൻ്റെ അപ്പനെ വലിയ ഇഷ്ടം. അപ്പച്ച എന്ന് പറഞ്ഞിട്ട് 3 കൂടെ വന്നങ്ങ് 3-നും പുള്ളി 3 പേര് വിട്ടു കൊടുത്തിട്ടുണ്ട്, ഏതോ 3 കിളികളുടെ പേര്. അപ്പോൾ ഒരു ദിവസം ഇവള് വന്നിട്ട് പറയാം, അപ്പച്ച ഇന്നെൻ്റെ ലാസ്റ്റ് സൺഡേ ആണ്. എന്ത് പറ്റി? ഇനി ഞാൻ 12th ഇനി 12th കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോകുമ്പോഴേ വരത്തുള്ളൂ. അയ്യോ എൻ്റെ അപ്പൻ, എന്താ മോളെ? 12th അല്ലേ, രാവിലെ ട്യൂഷൻ, അത് കഴിഞ്ഞ് ക്ലാസ്, പിന്നെ അവിടെ നിന്ന് നേരെ ട്യൂഷൻ, പിന്നെ രാത്രി വീട്, ഇതിനിടയ്ക്ക് പിന്നെ സൺഡേ രാവിലെ കോച്ചിങ്ങുകളുണ്ട്, മറ്റേതുണ്ട് മറിച്ചുകൊണ്ട്, അതുകൊണ്ട് ഇനി ഒരു വർഷത്തേക്ക് ചർച്ച വരില്ല. എൻ്റെ അപ്പൻ ഇങ്ങനെ താടി കൈയും കൊടുത്ത് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആ മോളിനി 1 വർഷത്തേക്ക് ചർച്ച വരത്തില്ല എന്ന്. കണ്ടോ, ആ കുഞ്ഞിനും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താ? 12th is your priority, your education is your priority, your entrance exam is your priority, medicine or engineering is your priority. അതുകൊണ്ട് എന്ത് ചെയ്യണം? പള്ളി വേണേ വിട്ടേരെ, ബാക്കിയെല്ലാം വിട്ടേരെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രയോറിറ്റി അല്ല നിങ്ങളുടെ പ്രയോറിറ്റി ഏത്? അവരുടെ പഠിത്തവും അവരുടെ ജോലി, അവരുടെ കരിയർ, അവരുടെ പ്രൊഫഷൻ, അവരുടെ ചിലവരുടെ സ്പോർട്സിലായിരിക്കും. പിന്നെ അപ്പനും അമ്മയും കൂടെ ആ സ്പോർട്സും കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടക്കും. ഞാൻ ചോദിച്ചോട്ടെ, വെളുപ്പിന് 4 മണി, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിപ്പോയിക്കുക, വെളുപ്പിന് 4 തൊട്ട് 5 മണിയുടെ സമയത്ത് പലയിടത്തും അപ്പന്മാരിങ്ങനെ കാറ് വിട്ട് കാത്തു കിടക്കുക. എന്താണ്? കെമിസ്ട്രി ട്യൂഷൻ ഇവിടെ. എത്ര മണിക്ക്? 5 മണിക്ക്. എന്നിട്ട് 6:30 ഫിസിക്സ് അപ്പുറത്ത്. ഉച്ച കഴിഞ്ഞോ നേരെ അമ്മ മറ്റേ സ്നാക്കും ഉണ്ടാക്കി കാറ് ഇരുത്തിക്കൊണ്ടാണ് തീറ്റിക്കുന്നത്. സ്കൂളിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് കാറ് ഇരുത്തി തിരുമി ഇറക്കിയിട്ട് 4:30 മണിക്ക് കൊണ്ട് അപ്പുറത്ത് അടുത്ത എൻട്രൻസിന് കൊണ്ടുവിട്ടു. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ കൊണ്ട് പഠിപ്പിച്ച് കുറേ മന്നബുദ്ധികളെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലാതെ ഇവനൊന്നും ഈ പറഞ്ഞ കുടുംബം നയിക്കാൻ അറിയത്തില്ല, സോഷ്യലി എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല, ദൈവികവുമില്ല, വചനവും അറിയത്തില്ല, നിത്യതയും ഒടുവിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണം, എന്നോട് പണങ്ങരുത്. എനിക്കും 64 വയസ്സായി. അതുകൊണ്ട് ഇച്ചിരിയൊക്കെ ലോകപരിചയമൊക്കെ എനിക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് ദയവായി let not our children's priority become the top priority of our family. കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും മാത്രമല്ല പ്രയോറിറ്റി. നമ്മുടെ വീട്ടിൽ പ്രയോറിറ്റി ദൈവമാണ്. നമ്മുടെ ദൈവരാജ്യം നമ്മുടെ പ്രയോറിറ്റിയാണ്. നിത്യത നമ്മുടെ പ്രയോറിറ്റിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസ ജീവിതം അല്ലേ, അത് പ്രയോറിറ്റിയാണ്. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയും അതിനുവേണ്ടി നമ്മൾ ചെലവിടുകയും ചിലവായി പോവുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ വാക്ക് നിർത്തുകയാണ്, നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. എന്താണെന്നറിയാം? ഒന്ന്, വി ഗീവ് ദം ആക്സസ് ടു ടു മച്ച് മണി. ചോദിക്കുന്നതെല്ലാം അങ്ങ് കൊടുക്കും, പ്രത്യേകിച്ച് പണം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പോക്കറ്റ് മണി എത്ര രൂപ കൊടുക്കാറുണ്ട്? ഇടയ്ക്ക് സെൻറ്റ് തോമസിൽ ഒരു അമ്മ പറയുക, എൻ്റെ മോന് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ തന്നെ ഞാൻ എല്ലാ ദിവസവും 500 റുപ്പീസാണ് കൊടുക്കുന്നത്. ഞാൻ 500 രൂപ എന്തോ തിന്നും? അവൻ തിന്നുന്ന മാത്രമല്ല, അവൻ എല്ലാവരെയും തീറ്റിക്കും. അവൻ ആരോ അവൻ്റെ ചേച്ചി എടുത്തെന്ന് പറയാം, അവൻ തീറ്റിക്കുന്ന മുഴുവൻ പെൺപിള്ളാരെയാ. അവൻ്റെ കൂടെ ഇന്ന് വരെ ക്യാൻറ്റീനിൽ ഒരു പയ്യനെയും കൂടെ കണ്ടിട്ടില്ല. ഇവ 500 രൂപയും ഡെയിലി കൊണ്ടുപോയി പെൺപിള്ളേർക്കെല്ലാം ബർഗർ വാങ്ങിച്ചു കൊടുക്കുക.
10 പൈസയുടെ കപ്പലണ്ടി മുട്ടായി ഇന്നാൻ കൊതിച്ചിട്ടുണ്ട് നമ്മളൊക്കെ. നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും, 5 പൈസയ്ക്ക് ഒരു അലുവ കിട്ടും, കറുത്ത ഒരു സാധനം കുപ്പിക്കകത്തിട്ട് വെച്ചേക്കും. നമ്മളിങ്ങനെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് പോകുമ്പോൾ 5 പൈസയുള്ളൂ, 1 രൂപയ്ക്ക് 20 കിട്ടും. പക്ഷെ അന്ന് അത് കൊതിച്ചിട്ടുണ്ട്. 1 രൂപ തരാൻ നമുക്ക് ആരുമില്ലായിരുന്നു. ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന പോക്കറ്റ് മണി മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്നിപ്പോൾ ഇത് കേൾക്കാൻ പിള്ളേരോട് ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം. നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യും. നിങ്ങളുടെ കുട്ടികൾക്ക് എത്രയാണ് നിങ്ങൾ പോക്കറ്റ് മണി കൊടുക്കുന്നത്. ആക്സസ് ടു ടു മച്ച് മണി, ദാറ്റ്സ് എ ഡേഞ്ചർ. ശ്രദ്ധിക്കണം. അടുത്തത്, ആക്സസ് ടു ടു മെനി ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ഒത്തിരി അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. പണ്ടൊന്നും ഇത്രയും അവസരം ഇല്ല. ഇപ്പോൾ ഒത്തിരി അവസരങ്ങളും ഉണ്ട്. എല്ലാ അവസരങ്ങളും കൊടുക്കരുത്. കാര്യം അറിഞ്ഞോ അറിയാതെയോ യു ആർ സ്പോയിലിംഗ് ദം. നിങ്ങൾ അവരെ എന്ത് ചെയ്യാണ്? ചീത്തയാക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു വാർണിംഗ് കൂടെ പറഞ്ഞേക്കാം. ടീനേജേഴ്സുള്ള പേരൻസ് എത്ര പേരുണ്ട്? കൈപൊക്കിക്കോ, കുഴപ്പമില്ല. ടീനേജേഴ്സിൻ്റെ പേരൻസ്, ഓക്കെ. ടീനേജേഴ്സ് ഒരു കാര്യം ചെയ്യണം. പല അമ്മമാരും അപ്പന്മാരും എന്നോട് ഭയങ്കര അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ മോനെ വളർത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. എന്താണ് പ്രത്യേക രീതി? ഞാനും എൻ്റെ മോനും ഞങ്ങൾ ബഡീസാണ്. അമ്മ പറയും, ഞാനും എൻ്റെ മോളും ബെസ്റ്റീസാണ്, ഞങ്ങൾ ചങ്ക്സാണ്, ഞങ്ങൾ ഈ കട്ടയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞാൻ പറയട്ടെ, ഡോണ്ട് ട്രൈ ടു ബി യുവർ ടീൻസ് ബെസ്റ്റ് ഫ്രണ്ട്. എന്താണെന്നറിയാമോ? അവർക്ക് ഫ്രണ്ട്സ് വേറെയുണ്ട്, അമ്മ ഒന്നേ ഉള്ളൂ. അവർക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് വേറെയുണ്ട്, അപ്പൻ ഒന്നേ ഉള്ളൂ. അപ്പനായിരിക്കേണ്ടടുത്ത് അപ്പനായിരിക്കണം, അമ്മയായിരിക്കേണ്ടടുത്ത് അമ്മയായിരിക്കണം. ഫ്രണ്ട്സ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളും കയറി അങ്ങ് ഫ്രണ്ടായാലുള്ള കുഴപ്പമുണ്ട്. അവർ പോടാ അപ്പ എന്ന് പറയും, നീ പോടി മമ്മി എന്ന് പറയും. കാര്യം അങ്ങനെയല്ലേ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്, അല്ലേ? ദയവ് ചെയ്ത് അപ്പനായിരിക്കണം, അമ്മയായിരിക്കണം. ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ വേറെയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും മൈ ചൈൽഡ്സ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കൊള്ളാം. പക്ഷേ കുറേ കഴിയുമ്പം ആ കൊച്ച് നിങ്ങളെ മതിക്കാതെ വരും. അന്ന് നിങ്ങൾ പഠിച്ചോളും, അല്ലേ? നിങ്ങൾ അപ്പനും അമ്മയുമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിയാലുണ്ടല്ലോ, എ ഡേ വിൽ കം ബാക്ക് ആൻഡ് സേ താങ്ക് യു, എന്നെ അങ്ങനെ വളർത്തിയതിനായിട്ട് നന്ദി എന്ന് നന്ദി പറയുന്നൊരു ദിവസം വരും പ്രിയപ്പെട്ടവരെ. സമയക്കുറവുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനതൊട്ടും പറയാൻ ഉദ്ദേശമല്ല. ഇതൊക്കെ ഇനിയൊരു ഫീസ് വെച്ചൊരു സെമിനാർ നടത്താം, അല്ല രക്ഷയില്ല. ചുമ്മാ ഇതെല്ലാം കൂടെ അങ്ങ് ഞായറാഴ്ച പറയുമ്പോൾ ഒരു വിലയില്ല. അതാണ്. പോട്ടെ, ഇന്ന് ഇത്രയും കേട്ടത് മതി. ഇന്നത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ദയവായി ഇത് പോയി പാലിച്ചിട്ട് വരിക. ഇതിൻ്റെ ബാക്കി പിന്നെ പറഞ്ഞുതരാം, ഓക്കെ? ഇത് പറഞ്ഞുതരാൻ യോഗ്യത ഈ ചർച്ചിൽ ഒരാൾക്കേ ഉള്ളൂ. ആർക്കാ? മക്കളില്ലാത്ത പാസ്റ്റർക്ക്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാര്യം ഞാനിത് പുറത്തുനിന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഞാൻ പുറത്തുനിന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കണ്ണീരും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവ് തന്ന ദാനമാണെങ്കിൽ, കർത്താവ് തന്ന പ്രതിഫലമാണെങ്കിൽ, അവകാശമാണെങ്കിൽ, ആ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ട് എത്തിക്കുന്നതുവരെയുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ അതാദ്യം ബാലൻ നടക്കേണ്ടുന്ന വഴി, അവൻ ബാലനായിരിക്കുമ്പോൾ തന്നെ വെൻ ദേ ആർ യങ്, അവരെന്ത് ചെയ്യണം? അവരെ അങ്ങനെ വളർത്തണം പ്രിയപ്പെട്ടവർ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം. അതേ സമയത്ത് കർത്താവേ, ആ കുഞ്ഞിനെ ഇതാ ഞാൻ അങ്ങേക്ക് നിവേദിക്കുന്നപ്പാ. ആ ഹന്ന കൊണ്ട് കുഞ്ഞിനെ ആലയത്തിൽ തന്നതുപോലെ ഞാനിതാ എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാനിതാ അങ്ങേക്ക് തരുന്നപ്പാ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല കൊച്ചുമക്കളെയും ചേർത്ത് കർത്താവേ, എൻ്റെ കുഞ്ഞുമക്കളെ ഉൾപ്പെടെ ഞാൻ എല്ലാവരെയും കർത്താവേ ഞാനിതാ അങ്ങേക്ക് തരുന്നപ്പാ. അങ്ങയുടെ ഹിതം പോലെ എൻ്റെ കുഞ്ഞുങ്ങൾ വളരട്ടെ. അങ്ങയുടെ പ്രസാദമുള്ള അങ്ങേക്ക് പ്രസാദമുള്ള കുഞ്ഞുങ്ങളായ എൻ്റെ മക്കൾ തീരട്ടപ്പാ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളാകട്ടപ്പാ. അങ്ങയുടെ കർത്താവെ വേലയിൽ പങ്കുകാരാകട്ടെ കർത്താവെ. അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരോട് പറയുന്നവരാക്കി എൻ്റെ കുഞ്ഞുങ്ങളെ തീർക്കണമേ. പക്ഷെ ആദ്യം അതെൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ചു കൊടുക്കട്ടപ്പാ. മാതാപിതാക്കളെല്ലാവരും ഒരു തീരുമാനം എടുത്താട്ടെ. കർത്താവ്, ഇന്ന് മുതൽ വി വിൽ മോഡൽ. കർത്താവെ, ഞങ്ങൾ മാതൃകളായി വീട്ടിൽ ജീവിക്കും കർത്താവെ. അത് കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാതൃകളായിട്ട് വളരട്ടെ കർത്താവെ. കർത്താവെ, കേട്ട വചനം വാസ്തവമായി അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ വല്ലവരും വചനം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവർ വല്ലവരും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ, അവരെ അങ്ങ് സ്നേഹിക്കുന്നതിനായിട്ട് സ്തോത്രം. അവരോട് ക്ഷമിച്ച് അവരെ പോയി ചേർത്തണച്ച് കൊണ്ടുവരാനുള്ള കൃപ ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
പ്രാർത്ഥന അതിനും കേട്ടിരിക്കാതെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.